Total 6 pieces ഉണ്ടാവും ഭരതനാട്യം ഡ്രസ്സിന്റെ സെറ്റിൽ. One is pant and the second one is blouse. Third one sari എന്ന സാരിയുടെ പീസ് ഉണ്ടാവും. Then you will have a back slit. പുറകിന്ന് വെക്കാൻ വേണ്ടിയിട്ട്. Can you catch it, Purnami? Yep. And the main front slit and the small upper slit. First piece blouse normal ആയിട്ട് ഇടുന്ന പോലെ തന്നെ ഇട്ടിട്ട്. The second one പാൻറ്റും there's nothing ഇതിനകത്ത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ആസ് യൂഷ്വൽ ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതി. പിന്നെ പാൻറ്റിൻ്റെ ഇവിടെ ഒരു കെട്ടി വെക്കാനുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ഇതിനകത്ത് ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, വേണമെങ്കിൽ കുറയ്ക്കാം. 2 സ്ലിറ്റ് ഇട്ടിട്ടുണ്ടാവും അവർ. സോ കുറച്ച് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അപ്പറിനകത്ത് ഇടാം ടൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡൗണിലിടാം. അതിട്ടിട്ട് ജസ്റ്റ് ടൈ മാക്സിമം ടൈറ്റായിട്ട് തന്നെ ടൈ ചെയ്യാം. പിന്നെ പാൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടിയിൽ ദാറ്റ് ഈസ് ലെഗ് പോർഷനിൽ ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട്. ഇതിലൊരു ജോയിൻറ്റ് യു ക്യാൻ ജസ്റ്റ് ക്ലിയർ ഇറ്റ്. അത് ഇടാൻ മറക്കരുത്. അതിട്ടതിന് ശേഷം ഹുക്സ് ഉണ്ട് ലെഗ് പോർഷൻ കവറപ്പ് ചെയ്യാൻ വേണ്ടി. നമുക്ക് എത്ര മാക്സിമം ടൈറ്റിൽ വേണമെങ്കിലും അതെടുത്തിട്ടിടാം. അതുപോലെ തന്നെ അപ്പുറത്തെ കാലിലും ഫസ്റ്റ് ഈ ഹുക്സ് ഇവിടെ ടൈറ്റ് ചെയ്യാം. യെസ്, സ്ട്രൈറ്റ് സ്റ്റാൻഡ് സ്ട്രൈറ്റ് ആവണമേ. ആൻഡ് ഇവിടെ രണ്ടാമത്തേലോട്ട്. സോ മാക്സിമം പ്രസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് വിട്ടുവിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇൻ കേസ് പിന്നെയും വിട്ടു പോവുകയാണെങ്കിൽ പ്ലീസ് പിൻസ് ഉപയോഗിച്ച് അത് മാക്സിമം ടൈറ്റ് ചെയ്യുക. പിൻസ് ഉപയോഗിച്ച് അത് മാക്സിമം ഉള്ളിൽ നിന്ന് ടൈറ്റ് ചെയ്യുക. അതിപ്പം കുത്തണ്ടെന്നേ. ജസ്റ്റ് ഈ 2 പീസസ് നമ്മൾ ഇട്ടതിന് ശേഷം തേർഡ് വൺ നമ്മൾ എടുക്കേണ്ടത് സാരിയാണ്, വിച്ച് ഇസ് ദ മെയിൻ തിങ്. കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ഫ്രം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് സാരി പ്ലേസ് ചെയ്യേണ്ടത്. ആൻഡ് സാരി കറക്റ്റ് ഷോൾഡർ പൊസിഷനിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ പൊസിഷനിലോട്ട് പിൻ ചെയ്യുക വിത്ത് ദ ബ്ലൗസ്. Then slowly പാൻറ് ഒന്ന് ലൂസൻ ചെയ്തിട്ട് ബാലൻസ് ഇത് പാൻറ്റിൻ്റെ ഉള്ളിലോട്ട് ഡിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സാരിയുടെ കൂട്ടത്തിൽ 2 ചരട് ഉണ്ടാവും, അത് നമ്മൾ പുറകിലോട്ട് വലിച്ചു കെട്ടണം. ആൻഡ് പ്ലീസ് ഈ പുറകിലും സാരിയുടെ പീസ് ഉണ്ടാവും, അതും നമ്മൾ യു ഹാവ് ടു പുട്ട് ഇൻസൈഡ് പാൻറ്. എന്നിട്ട് അത് വലിച്ചു കെട്ടിയിട്ട് പാൻറ് ഒന്നും കൂടി ടൈറ്റൻ ചെയ്യാം. ലുക്ക് സ്ട്രെയിറ്റ്. Now comes the main thing, the important, the middle slit. Middle slit-ൽ 2 ടൈ പോർഷൻ കെട്ടാനുള്ള ചരടുണ്ട്. അത് നമ്മൾ ഇവിടെ മിഡിലിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് യു ഹാവ് ടു ടൈ ബാക്ക്, പുറകിലോട്ട് കെട്ടും. എന്നിട്ട് പാൻറ്റിൻ്റെ അവിടെ ഈ ഹുക്സ് പ്ലേസ് ചെയ്യാനുള്ള ഇതുണ്ട്, അതിലോട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അത് വിട്ടുപോകാത്ത രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് അത് വിട്ടുപോലും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് യൂസ് പിൻസ്, മാക്സിമം പിൻസ് യൂസ് ചെയ്യുക. എന്നിട്ടത് ആ ഹുക്സ് വിട്ടു പോന്നാലും പിൻസിൻ്റെ ഇതിൽ ഈ സ്ലിറ്റ് അവിടെ ഇരുന്നോളണം. both the sides.
Now comes the fifth one, the upper slit. അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കിലോട്ട് ടൈ ചെയ്യാം. Now comes the last portion, the back slit. അത് ഈ ടൈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ചരടുകളും കൂടി കവറപ്പ് ചെയ്തിട്ട് കവറപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്ന് ടൈ ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് ടൈ ചെയ്തിട്ട് ചരടിൻ്റെ ഉള്ളിലോട്ട് ഇടാം. സോ ഇതാണ് 6 പീസസും കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാൻറ്, ദെൻ ബ്ലൗസ്. ഇത് രണ്ടും ഇടാൻ നോർമലാണ് ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാരിയുടെ ഫ്രണ്ട് പോർഷനും ആദ്യം സാരി ഷോൾഡറിൽ പിൻ ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പാൻറ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ടൈറ്റൻ ചെയ്തു. അതിനുശേഷം മെയിൻ സ്ലിറ്റ് നമ്മൾ പ്ലേസ് ചെയ്തു. പാൻറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഹുക്സ് പ്രസ് ചെയ്തിട്ട് then we place the middle portion, the upper slit, പിന്നെ the back slit. ഇനി ഹെയർ സ്റ്റൈലാണ് പറയാൻ പോകുന്നത്. സോ അതിന് വേണ്ടത് എൻ്റെ നിന്ന് തന്നിട്ടുണ്ടാവും, ഞാൻ വാർമുടി തന്നിട്ടുണ്ടാവും, വട, കുഞ്ചലം ആൻഡ് മുല്ലപ്പൂ തന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ വാങ്ങേണ്ടത് സ്ലൈഡ്. മാക്സിമം നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ള ഒരു 3-4 വലിയ പീസസ് സ്ലൈഡ്സ് വാങ്ങി വയ്ക്കുക. മാക്സിമം ചരട്, ബ്ലാക്ക് ചരടും കയ്യിലുണ്ടാവണം. ഓക്കെ, ആദ്യം മുടിയിൽ സ്ട്രെയിറ്റ് ഫേസിനോട് ചേർന്ന് നിറുകെടുക്കുക. നിറുകെടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും പിൻസ് ഉപയോഗിച്ച് സ്ലൈഡ്സ് ഉപയോഗിച്ച് നേരെ ഡിവൈഡ് ചെയ്യുക. നിറുക് ശരിക്കും കാണുന്ന രീതിയിൽ. ഒരു മിനിറ്റ് പറഞ്ഞു. താങ്ക് യു. യെസ്, സോ കറക്റ്റ്. ഇത് നല്ല രീതിയിൽ മാക്സിമം സ്ലൈഡ്സ് ഉപയോഗിച്ചിട്ട് ഒതുക്കി വെക്കുക മുടി. അതിന് ശേഷം അതിനുശേഷം നമ്മളുടെ നെക്സ്റ്റ് തിങ് വടയുടെ യൂസാണ് വരുന്നത്. ചരട് കുറച്ചൊന്ന് മുറിച്ച് ഒന്ന് ബെൻഡ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് മുടി, മിഡിലിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് മുടി അങ്ങോട്ട് വിടർത്തി ഇടുക. കുറച്ച് ഒരു ചരട് മുറിച്ചിട്ട് ടൈറ്റ്. മാക്സിമം
ടൈറ്റ് ചെയ്യാം. മാക്സിമം ടൈറ്റ് ചെയ്യാം. ഒരു നീളം കൂടുതലുണ്ട്, ഒരു വട്ടം പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഈ വിടർത്തി ഇട്ട മുടി ലുക്ക് സ്ട്രെയിറ്റ്. വട കിട്ടിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും സ്ലൈഡ്സിൽ നിന്നും മുടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് അതൊന്നും കൂടി ഒന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, നൗ വാർമുടി എടുക്കുക. 3 ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് കയ്യിൽ പിടിക്കുക. അതുപോലെ തന്നെ മോളുടെ മുടിയും പിള്ളേരുടെ മുടിയും. ഓക്കെ, അതിന് മുൻപ് ഒരു ചരട്, കുറച്ചുകൂടി വലിയൊരു ചരട് എടുത്തിട്ട് കുറച്ച് മതി. അതിനുശേഷം ഒരു ചെറിയൊരു ബാൻഡ് ഉപയോഗിച്ചിട്ട് ഇത് പറഞ്ഞ ലുക്ക് സ്ട്രൈറ്റ്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ചരട് എടുത്തിട്ട് വാർമുടി ഇങ്ങനെ എടുത്തിട്ട് നമ്മളുടെ കുട്ടിയുടെ മുടിയുടെ ഉൾവശം തൊട്ട് നമ്മളുടെ വടയിരിക്കുന്ന വശം വരെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അത് ടൈ ചെയ്യാം. മനസ്സിലാവും? ടൈ ചെയ്യാം. ലുക്ക് സ്ട്രൈറ്റ്. ഇനി ഇങ്ങോട്ട് വരണം. ഇനി 3 പാർട്സ് ഉണ്ട് ഈ വാർമുടിയിൽ. ആ 3 പാർട്സ് നമ്മൾ ഹെയറും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് കൈ പിടിച്ചിട്ട് നോർമലി പിന്നുന്ന പോലെ അങ്ങോട്ട് കൂട്ടി പിന്നാൻ തുടങ്ങാം. മുടി പിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒറിജിനൽ മുടി ലൈക്ക് കുട്ടിയുടെ അതിങ്ങനെ വാർമുടിയുടെ ഒപ്പം എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ട് വരും. അതൊക്കെ നമ്മൾ സ്ലൈഡ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് മാക്സിമം യു പിൻസ് വാങ്ങാൻ കിട്ടിയെങ്കിൽ നല്ലതായിരിക്കും. യു പിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ സ്ലൈഡ്സ് ഉപയോഗിച്ച് അത് സെറ്റ് ചെയ്ത് പോവുക. മുടിയുടെ കുറച്ച് എൻ പോർഷൻ പിന്നി എത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുഞ്ചലം റെഡിയാക്കി വെച്ചിട്ട് ഈ മുടിയുടെ നമ്മൾ ഈ നിർത്തിയ പോർഷൻ തൊട്ടിട്ട് ഒരു മുടിയിൽ കുഞ്ചലവും കൂടി വെച്ചിട്ട് പിന്നാൻ തുടങ്ങാം. കുഞ്ചലവും കൂടി വെച്ചിട്ട് അത് പ്ലേസ് ചെയ്തിട്ട് പിന്നാൻ തുടങ്ങാം. അടിയിൽ വരുന്ന ബാലൻസ് മുടി ഒരു ചരട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പിന്ന് ഉപയോഗിച്ചോ ഇവിടെ കെട്ടുക. യെസ്. ഇവിടെയൊക്കെ നമ്മളുടെ ഒറിജിനൽ മുടി കൂടുതലുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വാർമുടിയുടെ ഒപ്പം ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വിട്ട് വരും.
അത് മാക്സിമം നമ്മുടെ കയ്യിൽ യൂപിൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലാത്തവർ സ്ലൈഡ്സ് തന്നെ ഉപയോഗിച്ച് മാക്സിമം അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു പീസ് മുല്ലപ്പൂ എടുത്തിട്ട് നമ്മുടെ വടയുടെ പോർഷൻ്റെ അവിടെ കിട്ടുക. Look straight. സെക്കൻഡ് പോർഷൻ മുല്ലപ്പൂ എടുത്തിട്ട് മുടിയുടെ ഉള്ളിൽ നിന്ന് വയ്ക്കുക. ഇനി ഓർണമെന്റ് സെറ്റ്, മാല, സ്മോൾ നെക്ലസ്, 1 ലെയർ നെറ്റിച്ചുട്ടി, സൂര്യൻ ചന്ദ്രൻ, ജിംക, ജിംകയുടെ ഒപ്പം വെക്കേണ്ട മാട്ടി ആൻഡ് അരപ്പട്ട. സോ മെയിൻലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോങ് ചെയിനും നെക്ലസും ഫസ്റ്റ് തന്നെ ഇടുക. അതിൻ്റെ ഒന്ന് മുടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ആ ഹെയറിൻ്റെ ഉള്ളിലൂടെ സൂക്ഷിച്ച് ലോങ് ചെയിനും നെക്ലസും ഹെയർ ചെയ്യുന്നതിന് മുമ്പ് ഇടാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഈ മാല നമുക്ക് പുറകിൽ വള്ളി ഉപയോഗിച്ച് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. ഓക്കെ, ഗുഡ്. ഇനി നെറ്റിച്ചുട്ടി പ്ലേസ് ചെയ്യുക മാക്സിമം സ്ലൈഡ്സ് ഉപയോഗിച്ചിട്ട്. ഇനി നെറ്റിച്ചുട്ടിയുടെ ഒന്ന് മുകളിൽ എടുത്ത് സ്ലോ സൈഡിൽ സൂര്യനും ചന്ദ്രനും വെച്ചിട്ട് ആദ്യം സ്ലൈഡ് കൊടുത്തു. അതിൻ്റെ വള്ളി മുട്ടിയുടെ അടിയിലോട്ട് കെട്ടും. ഇനി ജിംക, ഇതിൻ്റെ ഒപ്പം മാട്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ജിംകയുടെ ശങ്കീരി ഊരിയിട്ട് ഈ പോർഷൻ്റെ ഉള്ളിലോട്ട് മാട്ടി ഫസ്റ്റ് പ്ലേസ് ചെയ്യണം ഇങ്ങനെ. അതിനുശേഷം റോങ് വേ, ലൈക്ക് ദിസ്. അതിനുശേഷം ഇത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഉള്ളിലോട്ട് ഇട്ടിട്ട് വേണം ഇത് കേൾക്കാം. ഇനി ഇതിവിടെ ഒന്ന് കൊളത്ത് ഇടുകയും വേണം. ഒരു സ്ലൈഡ് ആ മാട്ടിയുടെ ഇവിടെ ഒന്ന് കൊടുക്കുകയും വേണം. 1 or 2 സ്ലൈഡ്. സെയിം വേ ഇപ്പുറത്തും പ്ലേസ് ചെയ്യുക.
ദ ലാസ്റ്റ് വൺ അരപ്പെട്ട അത് ഹെയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ലുക്ക് സ്ട്രൈറ്റ്. പിന്നെ ബാംഗിൾസ് അത് അവരവർ മാച്ചിങ് ഡ്രസ്സസിന് മാച്ച് ചെയ്യുന്ന ബാംഗിൾസ് വാങ്ങിക്കുക. ഒരു കയ്യിൽ അറ്റ്ലീസ്റ്റ് 1 ഡസൻ ബാംഗിൾസ് എങ്കിലും വേണം. അതിൽ ഇങ്ങനത്തെ ഗോൾഡൻ മാത്രം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ബാംഗിൾസ് വാങ്ങിക്കുക. അറ്റ്ലീസ്റ്റ് 12 numbers in one hand is compulsory. പിന്നെ ആർട്ടിഫിഷ്യൽ റിങ്സ് മാക്സിമം ഗോൾഡ് യൂസ് ചെയ്യാണ്ട് നോക്കുക. ആർട്ടിഫിഷ്യൽ റിങ്സ് ഓൾവേസ് ഒരു 2-3 ഒരു കയ്യിൽ ഇടുന്നത് നല്ലതായിരിക്കും. ഒരു ഹാൻഡിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മോതിരമെങ്കിലും വന്ന രീതിയിൽ show the hands. ഇനി ഞാൻ തരുന്ന സെറ്റിൽ 3 ടൈപ്പ് ഓഫ് മൂക്കുത്തി ഉണ്ടാവും. ഒന്ന് ഇങ്ങനെ, ഇതും സെക്കൻഡ് വൺ and third one. So first one nammal you have to place over here under the nose. Just kaanikan or nam left side lo, right side lo, left side lo, the other one the opposite way. Yeah, look straight. Nothing. ഒന്നുമില്ല. Look there. Smile. Thank you. Thank you. So, ഈ മേക്കപ്പിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ടൊരു ഐഡിയ തരാൻ പോകുന്നത്, ഈ ഡ്രസ്സ് ഇടിക്കുന്നതിൻ്റെയും ഹെയർ ടൈം മുമ്പായിട്ട് നന്നായിട്ട് മോളുടെ ഫേസ് വാഷ് ചെയ്തിരിക്കണം. സോ ആഫ്റ്റർ പുട്ടിങ് ദ ഡ്രസ് ഹെയറും ടൈ ചെയ്ത് ഓർണമെന്റ്സും പ്ലേസ് ചെയ്തതിന് ശേഷം ഫേസിൽ ഫൗണ്ടേഷൻ ക്രീം, കുട്ടിക്ക് ചേരുന്ന ഫൗണ്ടേഷൻ ക്രീം വാങ്ങിക്കുക. അതാണ് ഫസ്റ്റ് മുഖത്ത് പ്ലേസ് ചെയ്യേണ്ടത്. ഫൗണ്ടേഷൻ ക്രീമിന് ശേഷം നമുക്ക് പൗഡർ യൂസ് ചെയ്യാം, റോസ് പൗഡർ. പിന്നെ കവളത്ത് ചീക്സിൽ ബ്ലഷ് ഓൺസ് യൂസ് ചെയ്യാം. ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നന്നായിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്യണം. ആൻഡ് കണ്ണിൽ ഐലൈനറോ അല്ലെങ്കിൽ കൺമഷി യൂസ് ചെയ്യണം. പിന്നെ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഐ ഷാഡോ വേണം. ഇഫ് ഇറ്റ് ഈസ് റെഡ് ഓർ മെറൂൺ ആണെങ്കിൽ ഒരു മെറൂൺ ഐ ഷാഡോ ആയിരിക്കണം കണ്ണിൻ്റെ മുകളിൽ കൊടുക്കേണ്ടത്, ഒരു ഐ ഷാഡോ. പിന്നെ മസ്കാര ഉണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്യുക മസ്കാര. ആൻഡ് ലിപ് ലൈനർ, ആദ്യം ലിപ്സിൽ ലിപ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷം നല്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. ഡാർക്ക് കളർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക, ഡാർക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. സോ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ലൈക്ക് ഒന്നില്ലെങ്കിൽ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ മേക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക. വിച്ച് എവർ ഈസ് കൺവീനിയൻറ്റ് ടു യു. മേക്കപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് യൂസ് ദ ഫൗണ്ടേഷൻ ക്രീം. ഏതാണ് നമ്മുടെ മൂക്ക് സ്കിന്നിന് ചേരുന്നതെന്ന് വെച്ചാൽ
ഫൗണ്ടേഷൻ ക്രീം യൂസ് ചെയ്തതിന് ശേഷം ആ ഫേസിൽ നല്ല രീതിയിൽ റോസ് പൗഡറും കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് ചീക്സിൽ ബ്ലഷ് ഓൺസ് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ ബ്ലഷ് ഓൺസ് യൂസ് ചെയ്യാം. ബ്ലഷ് ഓൺസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണും പിരികവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡാൻസിൽ. സോ പിരികം നല്ല രീതിയിൽ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്യുക. പിന്നെ കണ്ണിൽ ഫസ്റ്റ് മസ്കാര യൂസ് ചെയ്തതിന് ശേഷം കൺമഷി വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിലും കൺമഷി യൂസ് ചെയ്യുക. പിന്നെ ഐ ഷാഡോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ണിൻ്റെ മുകളിൽ. അത് നമ്മൾ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇഫ് ഇറ്റ് ഈസ് യെല്ലോ ആൻഡ് മെറൂൺ ഐ ഷാഡോ യൂസ് ചെയ്യാൻ നോക്കുക. സോ നമ്മൾ ഡ്രസ്സിൻ്റെ കളറിനെ മാച്ച് ചെയ്യുന്ന ഐ ഷാഡോ യൂസ് ചെയ്യുക. പിന്നെ ലിപ്സിൽ ഓൾവേസ് ലിപ് ലൈനർ യൂസ് ചെയ്തേ പറ്റൂ. ലിപ് ലൈനർ ആദ്യം യൂസ് ചെയ്തതിന് ശേഷം നല്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക്, ലൈറ്റ് ആയിട്ടല്ല നല്ല ഹെവി ആയിട്ട് തന്നെ ലിപ്സിൽ യൂസ് ചെയ്യുക. സോ ജനറൽ ഐഡിയ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ.